എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു മുൻപേ എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഗോവർദ്ധൻ ആകെ ടെൻഷനിൽ നിൽക്കുവാണ്. അകത്തേക്ക് പോയ ബാലചന്ദ്രനെ ഇതുവരെയായിട്ടും കാണുവാനില്ല. ഗോവർദ്ധൻ കുറെ നേരമായിട്ട് തന്നെ പുറത്തൂടെ നടക്കുന്നുണ്ട്. എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് ആന്റപ്പനേട്ടൻ വരുന്നുണ്ട്. ആന്റപ്പനെ കാണുന്ന ഉടനെ തന്നെ നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം തന്നെ ഗോവർദ്ധൻ ചോദിക്കുവാണ്, നിങ്ങൾ ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആന്റപ്പൻ പറയുവാണ്, ഇനി കുറച്ച് സമയം കൂടെ എടുക്കും വരാൻ വേണ്ടിയെന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ അങ്ങോട്ടേക്ക് അവരുടെ അടുക്കളയിലെ ഒരു പാചകക്കാരൻ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോ അകത്തേക്ക് ചെന്ന ആ വ്യക്തി എന്തോ ഒരു വലിയ കാര്യം പറയാനാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ കേണൽ സാറ് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് അവിടെ. എന്താ കാര്യമെന്ന് അയാളെ ചോദിക്കുന്നുണ്ട് ഗോവർദ്ധനോട്. സമയം തന്നെ ഗോവർദ്ധൻ പറയുവാണ്, എന്താ സംഭവമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കൂടെ വന്നേ ഉള്ളൂ, ബാലേട്ടനെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ശേഷം അയാൾ പറയുവാണ്, ഏതായാലും എന്തോ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് സമയം താമസിക്കും എന്നാ പറഞ്ഞ്. ശേഷം അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് പോകുന്നുണ്ട്. ഗോവർദ്ധൻ അവിടെ തന്നെ നിൽക്കുവാണ്. ഈ സമയം ഗോവർദ്ധനും പറയുവാണ്, അത് സാരമില്ല, ഞാനിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യാം, ഞാൻ വണ്ടിയിൽ കിടന്ന് കുറച്ചുറങ്ങാൻ പോകുവാണ്. ഗോവർദ്ധനും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. വണ്ടിയിൽ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ഗോവർദ്ധൻ സുലോചനയെ വിളിക്കുവാണ്. ഗോവർദ്ധൻ പറയുവാണ്, ഇന്നും ലേറ്റ് ആവുമെന്നാ തോന്നുന്നേ, ഇതുവരെയായിട്ടും ബാലേട്ടന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല, ഇനിയിപ്പോ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, എന്തായാലും 2-3 ദിവസം കൊണ്ട് വണ്ടി ഓടിക്കുന്നതല്ലേ, എന്തായാലും ക്ഷീണം തന്നെയാണ്, എവിടെയെങ്കിലും സ്റ്റേ ചെയ്യോ എന്നും എനിക്കറിയത്തില്ല. ഈ സമയം സുലോചന പറയുവാണ്, സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാലേട്ടൻ വരുമ്പോ കൂടെ വരാനല്ലേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് തന്നെ സാരമില്ല. ഈ സമയം തന്നെ ഗോവർദ്ധൻ എടുത്തു പറയുന്നുണ്ട്, നീ എന്റെ കൊച്ചിന് ആശയൊന്നും കൊടുത്തേക്കരുത്, അച്ഛൻ കൂടെ കാണുമെന്ന്. ആദ്യത്തെ ദിവസം മോള് സ്കൂളിൽ പോകുകയല്ലേ, അതുകൊണ്ടാ പറഞ്ഞെന്ന് പറയുന്നുണ്ട് ഗോവർദ്ധൻ. സുലോചന ആ സമയം പറയുവാണ്, അത് സാരമില്ലെന്നേ, ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ഡീല് ചെയ്തോളാം എന്ന് പറയുവാണ്. കൊണ്ട് ഞാൻ പോയിക്കോളാം, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അവൾക്ക് വിഷമമാകാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് സുലോചന പറയുവാണ്. അതിനുശേഷം ഫോൺ വെച്ചിട്ട് ഗോവർദ്ധൻ വണ്ടിയിൽ കയറി കിടന്നുറങ്ങുന്നുണ്ട്. അതേസമയം കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുവാണ്, ഗോവർദ്ധ നമുക്ക് പോയാലോ. ഒറ്റയ്ക്കും ഗോവർദ്ധൻ കണ്ണു തുറന്ന് പതിയെ നോക്കുന്നുണ്ട്. അതേസമയം ബാലചന്ദ്രൻ ചോദിക്കുവാണ്, നന്നായിട്ട് ഉറങ്ങിയല്ലേ. ഈ സമയം ഗോവർദ്ധൻ പറയുവാണ്, ആ കുറച്ചുറങ്ങി ബാലേട്ട. വണ്ടി എടുക്കുന്ന സമയത്ത് ഗോവർദ്ധൻ ചോദിക്കുവാണ് ബാലചന്ദ്രനോട്, നമ്മൾ വന്ന കാര്യം നടന്നോ ബാലേട്ട. ആ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, ആ നടക്കും, ഇപ്പോ വണ്ടി എടുക്ക് എന്ന് ബാലചന്ദ്രൻ പറയുവാണ്. വണ്ടി എടുത്ത് പോകുന്നത് മുകളിൽ നിന്ന് നമ്മുടെ സ്റ്റാൻലി കാണുന്നുണ്ട്. അങ്ങനെ അവര് കുറെ ദൂരം യാത്ര ചെയ്യുമ്പോൾ രാത്രിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോവർദ്ധൻ ചോദിക്കുവാണ്, ഇത് നമ്മൾ നേരെ പാലായിക്ക് പോകുവാണോ അതോ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യോ. ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുവാണ്, ആ നോക്കാം. ഇതിനിടയ്ക്ക് ഗോവർദ്ധൻ പല തവണയായിട്ട് പല രീതിയിലും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇവിടേക്ക് ബാലേട്ടൻ വന്നതെന്ന്, ബാലേട്ടൻ ഇങ്ങനെ ഓടാനുള്ള കാരണം എന്താണെന്നും അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ബാലേട്ടൻ അലീനയ്ക്ക് വേണ്ടി എന്താ ഇങ്ങനെ ഓടുന്നത്, ബാലേട്ടൻ ആരുമില്ലാത്ത ഒരാൾക്കു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇതിന് കാരണം എന്താണ് എന്ന് പല രീതിയിൽ നമ്മുടെ ഗോവർദ്ധൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, അതിനൊക്കെ കാരണമുണ്ടോ, അങ്ങനെ ചെയ്യേണ്ട കടമ എനിക്കുണ്ട്. അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അതിനെ തട്ടി മാറ്റുന്നുണ്ട് ബാലചന്ദ്രൻ. ഈ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, ഇനി ഇത്രയും ദൂരം ഓടി അങ്ങ് എത്തണ്ടേ, രാത്രി അങ്ങോട്ടേക്ക് ചെന്നിട്ടും ഒരു കാര്യവുമില്ല, നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം എന്ന് ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നു. കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അലീനയും ബബിതയും കൃഷ്ണമോളയാണ്. അവര് അടുക്കളയിൽ പാചകത്തിലാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവര് കിച്ചണൊക്കെ ഒതുക്കുന്നുണ്ട്. ഫുഡെല്ലാം വെച്ച് കഴിച്ചതിന് ശേഷം അടുക്കളയെല്ലാം ഒതുക്കുന്നുണ്ട്. ഈ സമയം തന്നെ അവിടേക്ക് രോഹിത് വരുന്നുണ്ട്. ഇത് പറയുവാണ്, അച്ഛൻ ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് അച്ഛൻ ഇതുവരെയും വന്നില്ലല്ലോ, നിങ്ങൾ ആരെങ്കിലും വിളിച്ചെന്ന് ചോദിച്ചായിരുന്നു. ഈ സമയം തന്നെ ബബിത പറയുവാണ്, അതെ നമ്മൾ വിളിച്ചില്ലല്ലോ, ഒന്ന് വിളിച്ച് ചോദിക്കാം. ഈ സമയം തന്നെ കൃഷ്ണമോള് അലീനയുടെ ഫോൺ എടുത്തിട്ടാണ് അച്ഛനെ വിളിക്കുന്നത്. ഈ സമയം തന്നെ ബബിത പറയുവാണ്, അച്ഛൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് വാഗമണിൽ പോകാമായിരുന്നു, ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ പറയുവാണ്, അച്ഛൻ പോകണ്ട എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നമ്മൾ പോകാത്തത്, ഇതാണ് കാര്യം, അല്ലാതെ ചുമ്മാ കിടന്ന് പറയല്ലേ, കൃഷ്ണമോള് പറയുന്നുണ്ട്. ഈ സമയം തന്നെ ബബിത പറയണം, അതെനിക്ക് മനസ്സിലായത്, നീ ഒരുപാട് ഷോ ഒന്നും കാണിക്കണ്ട എന്ന് പറയുന്നുണ്ട് ബബിത. സമയം തന്നെ ബാലചന്ദ്രനെ അവർ ഫോൺ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ കാറിൽ ചാരിക്കിടന്ന് ഉറങ്ങുമായിരുന്നു. അതേ സമയത്താണ് ആ കോള് വന്നത്. ഗോവർദ്ധനാണ് ബാലചന്ദ്രനെ വിളിച്ചിട്ട് പറയുന്നത് ഫോൺ റിങ് ചെയ്യുന്നു എന്ന്. സമയം ബാലചന്ദ്രൻ ഫോൺ എടുത്ത ഉടനെ അലീന എന്ന് വിളിക്കുന്നുണ്ട്. അലീനയുടെ ഫോണിൽ നിന്നാണല്ലോ കോൾ വന്നത്, അതുകൊണ്ട് അലീന എന്ന് വിളിക്കുന്നത്. ഈ സമയം കൃഷ്ണമോള് പറയുവാണ്, അലീന മോൾ അല്ല, ഞാൻ കൃഷ്ണമോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറയണോ, ഓ
അച്ഛന്റെ പുന്നാര മോളായിരുന്നോ? അതേസമയം കൃഷ്ണമോള് പറയുക, ആ പുന്നാര മോള് തന്നെയാ. അച്ഛൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നറിയാനാ വിളിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് അറിയത്തില്ല മോളെ, നമ്മളിവിടുന്ന് ഓടി അങ്ങ് എത്തുമെന്ന് അറിയത്തില്ല. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇത്തിരി താമസിച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേസമയം കൃഷ്ണമോള് ചോദിക്കുകയാണ്, അപ്പൊ ഇന്ന് വരികയില്ലേ? സമയം അലീന പറയുവാണ്, എന്താ അച്ഛാ ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തത്തില്ലേ എന്ന് അലീന ചോദിക്കുവാണ്. സമയം ബാലചന്ദ്രൻ പറയുവാണ്, രാത്രിയല്ലേ മോളെ, കറക്റ്റ് പറയാനൊക്കത്തില്ല, മിക്കവാറും നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുമായിരിക്കും. നല്ല ശരീരവേദനയൊക്കെ ഉണ്ട് മോളെ, ഇങ്ങനെയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തോളൂ അച്ഛാ, അതാ നല്ലത് എന്ന് അലീന പറയുന്നുണ്ട്. ഈ അച്ഛൻ വരുന്നുണ്ടെങ്കിൽ തന്നെ ഗേറ്റ് തുറന്നിടണോ എന്ന് ചോദിക്കുവാണ്. ഈ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, തുറന്നിടുകയൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട്. സമയം ഫോൺ വെച്ചു കഴിയുമ്പോൾ അലീന പറയുവാണ്, മക്കളെല്ലാവരും പോയി കിടന്നുറങ്ങിക്കേ. അങ്ങനെ അവരെല്ലാവരും ഉറങ്ങാൻ വേണ്ടി റൂമിലേക്ക് പോകുന്നുണ്ട്. അലീനയും കിച്ചണിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് അവളും റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ ഗോവർദ്ധനും ബാലചന്ദ്രനും ഒരു ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട്. വണ്ടിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഗോവർദ്ധൻ ബാലചന്ദ്രനോട് ചോദിക്കുവാണ്, അലേട്ടാ നമ്മളിപ്പോ 2-3 ദിവസമായിട്ട് ഒരു യാത്രയിലാണ്. നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള കാരണം എന്താണ്? അലീനയ്ക്ക് വേണ്ടിയാണോ? അലേട്ടൻ ഈ ഓടുന്നത് അലീനയ്ക്ക് വേണ്ടിയാണ്. അലേട്ടന്റെ ആരുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഓടേണ്ട കാര്യമുണ്ടോ? ഗോവർദ്ധൻ ചോദിക്കുമ്പോ ബാലചന്ദ്രൻ പറയുവാ, അവൾ എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും ഓടിയിട്ടുള്ളതിൽ 1% പോലും ആകുന്നില്ലടോ. ഇതൊന്നും എങ്കിലും എനിക്ക് ഓടി ഒന്ന് പൂർത്തിയാക്കണം. ഇത് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടതാണ്, എന്റെ കടമയാണ്. ഈ സമയം ഗോവർദ്ധൻ ചോദിക്കുവാണ്, ബാലേട്ടനോട് ചോദിക്കാമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ചോദിക്കാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുവാണ്, എന്താണ് ഇതിനുള്ള കാരണം? ഞാൻ പലവട്ടം ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, ഇനി ചോദിച്ചത് തെറ്റാണെങ്കിൽ അത് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷമത്തോടു കൂടി തന്നെ ഗോവർദ്ധൻ നിൽക്കുവാണേ. ഈ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, തന്നോട് ഞാൻ പറയാം, എന്തായാലും താൻ എന്നോടൊപ്പം കുറെ വിശ്വസ്തനായിട്ട് നിൽക്കുവല്ലേ. ഞാൻ ഈ പറയുന്ന കാര്യം താൻ ആ കാര്യം ആരോടും പറയരുത്, ലോചനയോട് പോലും പറയരുത്. അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ മനസ്സമാധാനം പോകണമെങ്കിൽ തന്നോട് ആ കാര്യം പറയാം. സമയം തന്നെ ആലോചിച്ച് നിന്നിട്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, അതമില്ല ബാലേട്ട, പറഞ്ഞോ. എന്നെ ശ്വാസം മുട്ടി കഴിയുന്നതിനേക്കാൾ കാര്യം അറിയുന്നതാണ് നല്ലത്. എങ്കിൽ ഇനി തന്റെ മനസമാധാനം കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേക്കാം, ഇവിടെ വെച്ച് പറയണോ റൂമിൽ ചെന്നിട്ട് പറയണോ? എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നത് കേൾക്കുമ്പോൾ ഗോവർദ്ധൻ പറയണോ, വേണ്ട വേണ്ട, ഇനി റൂമിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി. അവര് നേരെ റൂമിലേക്ക് എത്തുന്നുണ്ട്. അല്ല എടുത്തു കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം വരുത്താം. സമയം തന്നെ ഗോവർദ്ധൻ പറയുവാണ്, അത് വേണ്ട, ആദ്യം ആ കാര്യം ഒന്ന് പറഞ്ഞേ. വംശയോടെ തന്നെ നമ്മുടെ ഗോവർദ്ധൻ ചോദിക്കുവാണ്. അതേസമയം ബാലചന്ദ്രൻ പറയുവാണ്, ആ കാര്യം തന്നോട് എങ്ങനെയാ പറയണ്ടേ, അതറിയത്തില്ല. എന്തായാലും നമ്മൾ ഇന്ന് കാണാൻ പോയ ആളെയാണ് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ വെറുക്കേണ്ടത്. പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല. അലീനയ്ക്ക് വേണ്ടിയാണ് ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോയത്. ഈ സമയം തന്നെ ഗോവർദ്ധൻ ചോദിക്കുകയാണ്, അലീനയും അയാളും തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളതെന്ന്. ഈ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, അങ്ങനെ ഒറ്റയടിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അലീനയുടെ അച്ഛനാണ് സ്റ്റാൻലി എന്ന് ബാലചന്ദ്രൻ പറയുന്നു. ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് നമ്മുടെ ഗോവർദ്ധനാണെങ്കിൽ അക്കാര്യം വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഈ സമയം തന്നെ ഗോവർദ്ധൻ ചോദിക്കുവാണ്, ഇതെന്താ ബാലേട്ടാ പറയുന്നത്? ഇത്രയും സ്റ്റാറ്റസ് ഉള്ള ഒരു അച്ഛനുള്ളപ്പോഴാണോ അലീന ഇത്രയും കഷ്ടപ്പെടുന്നത്? ഒരു അനാഥാലയത്തിൽ അത് വേലക്കാരിയെ പോലെ ജോലി എടുക്കുന്നു. ആവശ്യം എന്താണ്? സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, അലീനയ്ക്ക് അറിയില്ല അവളുടെ അച്ഛൻ സ്റ്റാൻലി ആണെന്ന്. ഒരു അവസ്ഥയിൽ ആയിട്ട് പോലും അവൾക്ക് അറിയാൻ കഴിഞ്ഞിട്ട്. ഈ സമയം തന്നെ ഗോവർദ്ധൻ ചോദിക്കുകയാണ്, അലീനയ്ക്ക് അറിയത്തില്ലെങ്കിൽ അത് എങ്ങനെയാ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, അതിനൊക്കെ ഒരു പഴയ കഥയുണ്ടോ. അതിനാണെങ്കിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെല്ലാം ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. ഈ സമയം തന്നെ അതിനിടയ്ക്ക് വെച്ച് ഗോവർദ്ധൻ ചോദിക്കുവാണ്, ബാലേട്ടൻ ഇവരെ എങ്ങനെയാ ാവുന്നതെന്നും ചോദിക്കുന്നുണ്ട്. ഈ സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, എനിക്കിവരെ പരിചയമൊന്നുമില്ല, നന്നായിട്ട് ഇയാളെ പരിചയമുള്ളത് ഗംഗാധര മേനോനാണ്. കഴിഞ്ഞിട്ട് അയാളുടെ അച്ഛനും വൈജയന്തിക്കും ഒക്കെ പരിചയമുണ്ട്. വിഷയങ്ങളോടെ നിൽക്കുന്ന ഗോവർദ്ധന്റെ അടുത്ത് ബാലചന്ദ്രൻ കുറച്ചും കൂടുതലാകുന്ന രീതിയിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. ഗംഗാധര മേനോന്റെ കൂടെ പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ഈ സ്റ്റാൻലി. അതേസമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന വൈജയന്തിക്കും ഇയാളെ പരിചയമുണ്ടായിരുന്നു. ഏട്ടന്റെ ഇളയ മോളെ പ്രസവിച്ച സമയത്ത് ജയന്തി അവിടെ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പോയി നിന്നായിരുന്നു. പോകുന്ന സമയത്ത് ജയന്തിയുടെ കയ്യിൽ സ്റ്റാൻലി കൊടുത്തു വിട്ട കുഞ്ഞാണ് അലീന. സമയം തന്നെ ഗോവർദ്ധൻ ചോദിക്കുകയാണ്, അതെന്തിനാ അയാൾ അങ്ങനെ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് നോക്കിയ പോരായിരുന്നു, ഇതിനാണ് ഏട്ടത്തിയുടെ കയ്യിലേക്ക് കൊടുത്തു വിട്ടത്. ബാലചന്ദ്രൻ ആ സമയത്ത് ഒരു ചിരിയോടെ പറയുന്നുണ്ട്. സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, എടോ കയ്യിലല്ല കൊടുത്തു വിട്ടത്,
കൊടുത്തു വിട്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്, ഇത് വയറ്റിലായിരുന്നു എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഗോവർദ്ധനോട്. അതേസമയം തന്നെ സംശയിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ ഗോവർദ്ധൻ. അതേസമയം തന്നെ ഗോവർദ്ധൻ ചോദിക്കുകയാണ്, ഇത് എന്താ ബാലേട്ട ഈ പറയുന്നത്, ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, എന്നതാ ബാലേട്ട ഈ പറയുന്നത്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ്, ഞാൻ ഒന്നും കൂടെ തെളിച്ചു പറയണോന്ന്. സമയം തന്നെ ഗോവർദ്ധൻ ചോദിക്കുവാണ്, അപ്പോ ഏട്ടത്തിയുടെ മകളാണോ അലീന, എങ്ങനെയാ സംഭവിച്ചത്, ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ബാലേട്ട. സമയം ബാലചന്ദ്രൻ വീണ്ടും പറയും, എല്ലാം എന്റെ മനസ്സിൽ കിടന്ന് ഉരുകുകയായിരുന്നു, ഒക്കെ ഒരു പരിഹാരം കാണുവാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റാൻലിയെ പോയി കണ്ടത്. സമയത്ത് ഒരു ഞെട്ടലോടെ ഗോവർദ്ധൻ ചോദിക്കുവാണ്, ഏട്ടത്തിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമോ എന്ന്. സമയം തന്നെ ബാലചന്ദ്രൻ പറയുവാണ്, അറിയത്തില്ല, അതുകൊണ്ടാണല്ലോ അവളുടെ സ്വന്തം മകളെ അവൾ ശത്രുവായി കാണുന്നത്, ഇതുതന്നെയാണ് എന്റെ വജ്രായുധം ബാലചന്ദ്രൻ പറയുന്നു. ഗോവർദ്ധനാണെങ്കിൽ ഒരു സംശയത്തോട് നിൽക്കുന്നുണ്ട് അവിടെ. ഈ സമയം തന്നെ ഗോവർദ്ധൻ പറയുവാണ്, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ബാലേട്ട. ഈ സമയം തന്നെ ബാലചന്ദ്രൻ തൊള്ളു തട്ടിയിട്ട് പറയുവാണ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ, താൻ കരുതിയാൽ മതി, ഇതൊന്നും വിശ്വസിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ഒക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കിടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ബാലേട്ടൻ ഈ കാര്യം പറയുമ്പോഴും ഇമോഷണൽ ആയിട്ടായിരുന്നു, ഭയങ്കരമായിട്ട് വിഷമമുണ്ട് ബാലചന്ദ്രന്റെ ഉള്ളിൽ. വിഷമത്തോടെ തന്നെയാണ് ഗോവർദ്ധനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു പിന്നാലെ ഗോവർദ്ധൻ ആലോചിക്കുവാണ്, ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ പതറി നിൽക്കുവാണ്. ഇതിനാണെങ്കിൽ ഇതൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.